അതേപോലെ അബൂ സലമയായിട്ടിക്കർ ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് ഒരു ദുവ പഠിപ്പാട്ടി കൊടുക്കുക. എന്തേ മുസീബത്ത് ബന്നെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജിർനി ഫി മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ ചൊല്ലോണം. അല്ലാഹു ഈ മുസീബത്തുക്ക് നിനക്ക് പ്രതിഫലത, ഇതിരക്കാണ് ഖൈറായത് നിനക്ക് ഉണ്ടാക്കിത്ത, ഈ മുസീബത്തിരക്കാണ് ഖൈറായത് നിനക്ക് താ. ഇത് അബൂ സലമ എന്താക്കർ ഒരാള് ഓടിയ ബന്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചൊല്ലുന്ന നക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ദുവാനക്ക് പഠിപ്പാട്ടി തന്നത് നീനും എന്താക്ക് മുസീബത്ത് ബന്ന് എന്തുവാറാണ്. അങ്ങനെ പിന്നെ ഉഹുദ് യുദ്ധത്തിൽ ആ ഒരു ഗായാവുടും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒപ്പിക കൊടുക്കുറേ. അങ്ങനെ അത് എന്തൊരു മനസ്സറിഞ്ഞിട്ട് നല്ല ഒരു രീതിയിലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് കുസിയാവും. അപ്പൊ ഇത്തിക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ ദുവത്തെ മഹത്വം മനസ്സിലാക്കുക. അപ്പൊ ഇത്തിക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മനസ്സിലാവും അല്ലാഹുമ്മ അജിർനി ഫി മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ ചൊല്ലുന്നത് അവിടെ എന്താ അവിടെ യാഥാർത്ഥ്യമായിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ കണ്ണെതിരിൽ കാണ്ടി. അങ്ങനെ പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മംഗിലാവർ. ആറാമത്തെ പെഞ്ഞയായിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ തിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വിശ്വാസിനിമാര ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടുള്ളേ അല്ലാഹു സുബ്ഹാനഹു തആല പേടിച്ച് ജീവിക്കണം. സ്വന്തത്തെ മറക്കാണ്ട് കൂടെ കൂടിയിട്ടുള്ളേ നിങ്ങളുടെ ഓരോരുത്തരോട്ടും വസിയത്താക്കിற ഉപദേശിக்கிற റബ്ബ് സുബ്ഹാനഹു തആല തരത്തിലുണ്ട് പേടിച്ച് ജീവിக்கிற മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന ചരിത്ര വിശദീകരിക്കുന്നതായോ ഈ ഒരു ക്ലാസ്സിലെ 57ാമത്തെ ഈ ഒരു ക്ലാസ്സിൽ ഹിജറ 4ാമത്തെ വർഷത്തിൽ നടന്നതായ കൊറിയ സംഭവ വിശദീകരിക്കുകയായിട്ട് ഉദ്ദേശിക്കേ. ഹിജറ 3ാമത്തെ വർഷത്തിൽ നടന്നതായ ഉഹുദ് യുദ്ധത്തെ വിഷയത്തിലും ഉഹുദ് യുദ്ധത്തിൽ പിന്നെ നടന്നതായ കൊറിയ സംഭവ വികാസ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടായി. സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മംഗിലായ വിഷയവും അതേപോലെ സൂറത്തുൻ നൂറിലെ 3ാമത്തെ ആയത്ത് ജിനാക്രങ്ങളെ മംഗിലാവ് തീരാ ചൊല്ലതും മുഷിക്രായ ആൽമാരെ മംഗിലാവ് തീരാ ചൊല്ലതും മർസദ് റളിയല്ലാഹു അൻഹുരെ ചരിത്ര സംഭവത്തിൽ അടിസ്ഥാനാക്കിയിട്ട് അള്ളാഹു ആ ഖുർആന്റെ ആയത്ത് നാസിലാക്കിയ വിഷയം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടായിര. ഹിജറ 4ാമത്തെ വർഷത്തിൽ മദീനത്തെ സിറ്റുവേഷൻ എങ്ങനെ ഇന്ന് ചൊന്നെങ്കിൽ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഒരു ഇസ്സത്തും ഒരു ശക്തിയും കിട്ടിയത് ആയെങ്ക. അതേപോലെ ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങ സോത്തപ്പ ആ മുസ്ലിമീങ്ങ അങ്ങ് കുഗ്യാറങ്ങ അങ്ങനെ ശക്തി കുറഞ്ഞു പോയിട്ട് അങ്ങ് എല്ലാ രീതിയിലും ബലഹീനമായിട്ട് പോയാറ് ചൊന്തുള്ളേ ആ ഒരു ബിയാറ മദീനത്തിലുള്ള മുനാഫിക്കുമാർക്കും അതേപോലെ മദീനത്തെ പുറത്തുള്ള മുഷ്രിക്കുമാർക്കും അങ്ങനെ ബിയാർച്ചാർ. ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങ സോത്തേൽ പിന്നെ അങ്ങനെ ആ ഒരു ശക്തിയല്ല പോയിട്ട് അങ്ങനൊക്കെ ഇല്ലാണ്ടായി പോയാറ്. അങ്ങനെ ഈമാനെല്ലാം കുറഞ്ഞു പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ടേക്കുള്ള ആ ഒരു സഹായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിറവെടുത്തറാ ചൊല്ലിയ ആ ഒരു ഫീല് ശത്രുമാർക്കെല്ലാം ഉണ്ടാവുക സ്റ്റാർട്ട് ആയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് മദീനത്തെ ഉൽഗത്തിലുള്ള മുനാഫിക്കുമാറും മദീനത്തെ പുറത്തുള്ള കൊറിയ മുഷ്രിക്കായ കാഫിറായ ആൾമാരുടെ ഗോത്രത്തങ്ങ മദീനത്തിക്ക് വന്ന് ആക്രമിക്കുക കൊറിയ തന്ത്രം കൊറിയ പ്ലാനെല്ലാക്കി വിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങളെ ഇടീ നാശാക്കണു അങ്ങനെ ഇല്ലാണ്ടാക്കണു ചൊന്തുള്ള ആ ഒരു പ്ലാന് അങ്ങോട്ടേക്ക് നടന്നു ഇന്ന്. അതിൽ പ്രധാനപ്പെട്ട ഒരു 2 ഗോത്രത്തെ വിഷയത്തിക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ചൊല്ല ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ബനുൽ അസദ് ഗോത്രത്തങ്ങ മദീനത്തെ ബോർഡറിലുള്ള ഒരു ഗോത്ര ഇത്തെന്ത് ബദു ആയിട്ടുള്ള ആൾമാറങ്ങ ബനുൽ അസദ് ഗോത്രത്തൻ. ആ ബനുൽ അസദ് ഗോത്രത്തെ ആൾമാർ മുസ്ലിമീങ്ങളെ നാശാക്കുകൂ സീക്രട്ട് ആയിട്ട് എന്താക്കി വിന്നാറ് പ്ലാൻ ആക്കി വിന്നാർ. ബനുൽ അസദ് ഗോത്രത്തെ ലീഡർ തുലൈഹത്ത് ഇബ്നു ഖുവൈലിദ് ഇബ്നു അസദി അയാളെത്തിക്കർ. തുലൈഹ അയാൾ ബനുൽ അസദ് ഗോത്രത്തെ ലീഡർ ആയിത്തിന്. അയാൾ പിന്നെ ഇസ്ലാം സ്വീകരിക്കര്. അയാളുടെ ഒരു ചരിത്ര അതൊരു വിചിത്ര ആയിത്തിക്കർ. അത് ഭയങ്കര ഒരു എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഒരു റഹ്മത്ത് കാട്ടിരേണ്ടെ ചൊല്ല അങ്ങനത്തെ ഒരാളായിത്തിക്കർ തുലൈഹ റളിയല്ലാഹു അൻഹു. തുലൈഹ റളിയല്ലാഹു അൻഹു അയാൾ എന്താക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കര്. ബട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുടെ കാലഘട്ടത്തിൽ പാടയാൽ എന്താവും മുഷ്രിക്കാവും, പാടയാൽ കാഫിറാവും. എങ്ങനെ കാഫിറവിടെ? നാ നബി ചൊന്തു വാദിച്ച് വന്നാൽ തുലൈഹ ഇയാൾ
നബിയുടെ കാലത്തിൽ മുസ്ലിം ആയാല്, സഹാബി ആയാല്, പിന്നെ അബൂബക്കറിന്റെ കാലഘട്ടത്തിൽ നാണും ഒരു നബി ചൊന്ത അയാൾ വാദിച്ചിട്ട്, എങ്ങനെ മുസൈലിമത്തുൽ കദ്ദാബ് വാദിച്ച പോലെ ഇയാളും എന്താക്കിയിട്ട് നാണും ഒരു നബീൻ ചൊന്ത് വാദിച്ചിട്ട്. അങ്ങനെ ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിൽ അബൂബക്കറിനോട് സൈന്യമെല്ലാം കടത്തിയിട്ട് അയാളുടെ കൊല്ലുകയിട്ട് മാത്ര അയാൾ എന്താക്കിയിട്ട് സിറിയത്തേക്ക് ഓടിയിട്ട് അവിടെ ബച്ചവായിട്ട്. അങ്ങനെ സിറിയത്തിൽ കുറെ അങ്ങ് അവിടെ അയാൾക്ക് എന്താക്കിയാറ് സംരക്ഷണം കൊടുത്താറ്. അങ്ങനെ ലാസ്റ്റ് സിറിയത്തങ്ങും എന്തായാറ് ഇസ്ലാം സ്വീകരിച്ചാർ. അങ്ങനെ ലാസ്റ്റ് ഇയാൾക്ക് പിന്നെ എന്താക്കുക വേണ്ടി ഇയാളും എന്താക്കിയിട്ട് ലാസ്റ്റ് ഈ ഇസ്ലാമിന്റെ വിഷയത്തിൽ ആലോചന ആക്കിയിട്ട് പിന്നെ അയാൾ എന്താക്കിയിട്ട് ഇസ്ലാം പാടെന്താക്കറ് ബണ്ട്, ഇസ്ലാമുക്ക് ബണ്ട്, അയാൾ ഇസ്ലാം സ്വീകരിക്കും. പിന്നെ രണ്ടാമത്തത് അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് നല്ലൊരു ഇഖ്ലാസുള്ള ഒരാളായിട്ട് എത്തിക്കും. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ അബൂബക്കറിന്റെ നമ്മുടെ കാലഘട്ടത്തിൽ അയാൾ ഉംറക്ക് ബണ്ട് മക്കത്തേക്ക്. അങ്ങനെ ഉംറക്ക് ബന്ത് അബൂബക്കറിന്റെ കിട്ടാണ്ടേ അയാൾ എന്താക്കറ് പോണ്ട്. കാരണം ആ ഒരു ചങ്കൽ, അതായത് ഉറക്ക മുസ്ലിം ആയാൽ പിന്നെ കാഫിറായിട്ട് പാടയാൾ മുസ്ലിം ആയത് അയാൾക്ക് എന്തായിട്ട് അബൂബക്കറിന്റെ കിട്ടുക അയാൾക്ക് പിന്നെ എന്തായിട്ട് ചങ്കയും. അങ്ങനെ അബൂബക്കറിന്റെ കാലഘട്ടത്തിൽ അബൂബക്കറിന്റെ അയാൾ കിട്ടിയിട്ടില്ല. പിന്നെ ഉമറിന്റെ കാലഘട്ടത്തിൽ പാടയാൾ മദീനത്തേക്ക് ബന്ത് ഉമറിന്റെ കണ്ടുമുട്ടു. പിന്നെ അയാൾ എന്തിരെ ಬೇರೆ ಬೇರೆ യുദ്ധത്തിക്ക് ഒരു സൈന്യത്തെ ഒട്ടിಗೆ പോയിട്ട് യുദ്ധാക്കിയിട്ട് ലാസ്റ്റ് ഒരു യുദ്ധത്തിൽ അയാൾ എന്താ അവിടെ ഷഹീദ് അവരുതേറ്റിക്കറ് അയാളുടെ ചരിത്രത്തിൽ നമുക്ക് കാണും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മേലൊരു റഹ്മത്ത് കാട്ടിരേണ്ടിട്ട് ചൊല്ലാം അല്ലേ. ഒരാളെ നോക്കിയിട്ട് നമുക്ക് എന്താക്കുക അല്ലെ ഇയാളുടെ മരിപ്പ് എങ്ങനെ ചൊന്ത് നമുക്ക് ചൊല്ലാൻ സാധ്യമില്ല. സഹാബികളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചത്. മുസ്ലിം ഇന്നങ്ങ മുഷ്രിക്കായിട്ട് മറിച്ചതുണ്ട്, കാഫിറായിട്ട് മറിച്ചതുണ്ട്. അതേപോലെ കാഫിറായിട്ട് പാടെ മുസ്ലിമായിട്ട് മറിച്ചതും ഇയാളുടെ പോലത്തെ സഹാബിരങ്ങളും നമുക്ക് കാണാൻ സാധ്യമാണ്. ഏതായെങ്കിലും നാ ചൊന്ന ബന്ധം ചൊന്നെങ്കിൽ ഈ മദീനത്തെ ബോർഡറിലുള്ള ഒരു ഗോത്ര ഇത്തിന്ത് ബനുൽ അസദ് ഗോത്ര. ആ ബനുൽ അസദ് ഗോത്രത്തെ ലീഡർ ഇത്തിക്കറ് ഈ തുലൈഹ ഇബ്നു ഖുവൈലിദ് ഇബ്നുൽ അസദി. അപ്പൊ ഇയാൾ എന്താക്കിയിട്ട് കൊറിയ അങ്ങനെ ഗോത്രത്തെ ആൾമാരെ പിടിച്ചിട്ട് മദീനത്തെ ഉൾഗണുണ്ടിട്ടു, മുസ്ലിമീങ്ങളെ നാശാക്കണു, അങ്ങനെ കൊല്ലണു ചൊന്തുള്ള പ്ലാൻ ആക്കി. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിടിയേറ്റി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കരെ അബൂ സലമ റളിയല്ലാഹു അൻഹുയുടെ നേതൃത്വത്തിൽ ഒരു സറിയരെ കടത്തರು അല്ലെ. സറിയ ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാർട്ടിസിപ്പേറ്റ് ആക്കാത്ത യുദ്ധത്തിൽ കയറ്റിക്കർ സറിയ ചൊല്ലു. നബി പാർട്ടിസിപ്പേറ്റ് ആക്കിയ യുദ്ധത്തിൽ എന്താ ചൊല്ലും ചന്ദ്ര ಅಂದ್ರೆ ಗಜ್ವಾ ಅಲ್ಲೇ ಗಜ್ವಾ ಚಂದಿಂಗ್ ನಬಿ ಪಾರ್ಟಿಸಿಪೇಟ್ ಆಕ್ರಿ ಯುದ್ಧ. ನಬಿ ಪಾರ್ಟಿಸಿಪೇಟ್ ಆಕಾಂಟೆ ಸಹಾಬಿರಂಗ ಮಾತ್ರ ಪೋಂಡ ಯುದ್ಧಕ್ಕೆ ಸರಿಯ ಅಂತ ಐತಿ. ಅಪ್ಪ ಅಬೂ ಸಲಮರ ಲೀಡರ್ಶಿಪ್ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಸರಿಯರೇ ಕಡ್ತರು. 150 സൈന്യ ബണ്ടതായ ഒരു സറിയ ഇട്ടിക്കറ് അങ്ങനെ അറ്റാക്ക് ആക്കുക. ആറ് ബനുൽ അസദ്രെ അറ്റാക്ക് ആക്കുക വേണ്ടിയിട്ട് മദീനത്തെ ഇങ്ങ പറത്തായിട്ട് പോണ്ടാർ. അബൂ സലമ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ ഗായായിട്ട് ഉഹുദ് യുദ്ധത്തിൽ ഗായായിട്ട് ആ ഗായായിട്ട് എന്താക്കിയിട്ട് അയാൾക്ക് അതിർത്തിയെല്ലാം വണങ്ങിട്ടിന്നെ ഒരു അവസ്ഥയായിട്ടിക്കറ് അയാൾ ഇന്നെ ആറ് അബൂ സലമ റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിൽ ഒരു ശത്രുവിടെ ഈട്ടി അയാളുടെ ഷോൾഡർക്ക് കുത്തിയിട്ട് അയാൾക്ക് വലിയൊരു ഗായായിട്ട്. അങ്ങനെ പിന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹു ആ ഗായത്തിൽ രോഗിയായിട്ട് പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ട്രീറ്റ്മെന്റ് ആക്കിയിട്ട് ആ ഗായ വണിഞ്ഞത്രയ്ക്ക് ആ ഒരു അവസ്ഥയിലേട്ടിക്കറ് അബൂ സലമ റളിയല്ലാഹു അൻഹു ഒരു സൈന്യത്തെ പിടിച്ചോണ്ടേ എവിടെ പോണ്ടേ ബനുൽ അസദ് ഗോത്രത്തെ അങ്ങലൊട്ടിക്ക് യുദ്ധാക്കുക വേണ്ടിയിട്ട് പോണ്ടേ. അബൂ സലമ റളിയല്ലാഹു അൻഹുരെ വിഷയ ഇവിടെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർക്കണായ ഒരു സംഭവം ഇട്ടിക്ക്. അബൂ സലമ റളിയല്ലാഹു അൻഹുടെ വിഷയം ഞങ്ങൾ ഇതുക്ക് മുന്നോട്ടും ചൊന്നറ അല്ലേ. ഞങ്ങളെ ഈ ക്ലാസ്സിൽ 24ാമത്തെ ക്ലാസ്സിൽ അബൂ സലമ റളിയല്ലാഹു അൻഹു അതേപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹിജ്റ പണ്ട് സംഭവം ഞങ്ങളെ ചൊന്നറ. അബൂ സലമ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ ഞങ്ങളെ കൂട്ടത്തിൽ ഫസ്റ്റ് കാലഘട്ടത്തിലെ ഇസ്ലാം സ്വീകരിച്ച സഹാബിയേറ്റിക്കറ് അബൂ സലമം ഉമ്മു സലമ ജണ്ടാൾ. അങ്ങനെ ജണ്ടാൾ മാപ്പിള പിന്നെ എത്തിന്നാർ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ബനു മഖ്സൂം ഗോത്രത്തിൽപ്പെട്ടെ പെണ്ണൈത്തിന്ത്. നല്ല തറവാടുള്ള നല്ല ഗോത്രത്തെ വലിയ അറിയപ്പെട്ട ഗോത്രത്തിന്ത് ബനു മഖ്സൂം. ആ ബനു മഖ്സൂം ഗോത്രത്തെ പെണ്ണൈറ്റിക്കറ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അങ്ങ് ഇസ്ലാം സ്വീകരിച്ചിട്ട് അബസീനിയത്തേക്ക് കുറെ ആൾമാർ ഹിജ്റ പോയിന്നാറ്. സ്റ്റാർട്ടുക്ക് അങ്ങനൊട്ടിಗೆ ഇങ്ങും എന്തായിന്നാറ് ഹിജ്റ പോയിന്നാറ്. അവിടെ ഇട്ടിക്കറ് സലമ ചൊല്ற ഒരു കിടാവു അങ്ക് ഉണ്ടാവറേ. അങ്ങനെ ആ സലമ ചൊല്ற കിടാവുകു ಸೇರ್ಬಾಟಿಟ್ಟೆ ಇಟ್ಟಿಕ್ರ ಅಂಗಲ ಪೇರು
അബൂ സലമ ഉമ്മു സലമ ചൊന്തു അറിയപ്പെടുറി. യഥാർത്ഥത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പേര് എന്തിരെ? ഹിന്ദ് ഇട്ടിക്ക്. അതേപോലെ അബൂ സലമയുടെ പേര് അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസദ്, അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസദ്. അപ്പൊ ഏതായെങ്കിലും ഇങ്ങ പിന്നെന്താ അവിടെ പാടെ മക്കത്തുക്ക് പണ്ടാറ്, പിന്നെ മദീനത്തുക്ക് ഹിജറ പോകുമ്പോഴത്തേക്കു ഇങ്ങെന്താ അവിടെ ഹിജറ പോണ്ടാറ്. ആ ഹിജറ പോയിന്റെ സംഭവം അങ്ങ് വിശദീകരിച്ചതായിട്ടിക്കറ്. അബൂ സലമ ഉമ്മു സലമ ഇങ്ങ ജണ്ടാല് രഹസ്യമായിട്ട് ഹിജറ പോണ്ട സന്ദർഭത്തിൽ ബനു മഖ്സൂം ഗോത്രത്തെ അങ്ങ് നോക്കിയിട്ട് ഉമ്മു സലമറും കിടാവറും പിടിച്ചു വയ്ക്കാറ്. അബൂ സലമോട് ചൊല്ലാറ് നിങ്ങൾ പോറും, ഇങ്ങളെല്ലാം അങ്ങ് വിട്ടു തണ്ടില്ല. അങ്ങനെ ലാസ്റ്റ് ബേജാറിൽ അബൂ സലമ മദീനത്ത് ഹിജറ പോണ്ട്, ഉമ്മു സലമ കൂടെ മക്കത്തിൽ ബാക്കിയാവറും കിടാവും ബാക്കിയാവറും. ലാസ്റ്റ് അബൂ സലമറെ ഗോത്രത്തെ ബനുത്തങ്ങ് എന്താക്കാറ് ആ കിടവറും പിടിച്ചെടുക്കാറ്. അബൂ സലമ ഗോത്രത്തെ ആൾമാർ കിടവർ ഞങ്ങൾക്ക് വിട്ടു തരണം. അങ്ങനെ കിടാവ് ഒരു ഭാഗത്ത്, ഉമ്മ ഒരു ഭാഗത്ത്, അബ്ബ ഒരു ഭാഗത്ത്, ഇങ്ങനെ ഭാര്യ ഒരു ബേജാറ് ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. ലാസ്റ്റിക്ക് ഉമ്മു സലമ റളിയല്ലാഹു നാൽകും ആ തെരുള് പോയിട്ട് തെച്ച് ഉൾപ്പെട്ടോയിന്ത്. പിന്നെ ലാസ്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ടതിൽ പിന്നെ തിക്കർ ബനു മഖ്സൂം ഗോത്രത്തെ അങ്ങ് ചൊല്ലറേ, നിങ്ങൾ എന്താക്കൂ, നിങ്ങൾ അവസ്ഥ നോക്കിയിട്ട് ഞങ്ങൾക്ക് ബേജാറാവിടും, നിങ്ങൾ മദീനത്തേക്ക് ഹിജറ പോറും. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ കിടാവരെയും കൂട്ടിയോണ്ടേ എന്താക്കറേ മദീനത്തേക്ക് പോകണ്ട. ആ മദീനത്ത് പോകേണ്ട ടൈമിലും ഉസ്മാൻ ഇബ്നു തൽഹ അയാൾ തെരുളു കിട്ടറ്, അയാൾ എന്താക്കറ് അയാളെ ഇട്ടിക്കറ്. പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹരെ മദീനത്തേക്ക് എത്തുപാട്ടറി. ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു അൻഹു അയാളും പിന്നെ എന്താക്കറ് ഇസ്ലാം സ്വീകരിക്കറ് അല്ലേ. കാബത്തെ താക്കോലു ഏൽപ്പിക്കപ്പെട്ട ആളെ ഇട്ടിക്കറ് ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു. ഇപ്പം അങ്ങനെ പരമ്പരമേ ഇട്ടിക്കറ് കാബത്തെ താക്കോലു സംരക്ഷിക്കാനായിട്ടുള്ളേ ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹുവിനുടെ പാരമ്പര്യത്തിൽ വന്ന ആൾമാർ. അപ്പൊ ഏതായെങ്കിലും ആ കഷ്ടത്തിൽ വന്ന ആൾമാർ ഇട്ടിക്കറിയ മദീനത്തേക്ക് ഹിജ്റ വന്നാണ്. അങ്ങനെ ദാമ്പത്യ ജീവന ചൊല്றது അബൂ സലമ ഉമ്മു സലമ റളിയല്ലാഹുവിനുടെ ദാമ്പത്യ ജീവന ചൊല്றது ഭാര്യ ഒരു പിർസപ്പാಡ್ರಿ, ഭയങ്കര ഒരു പിർസപ്പാಡ್ற ഒരു ദാമ്പತ್ಯ ಜೀವನ ಐತಿ ತങ്ങളದು. ഒരു പരസ്പര ബുട്ടുനിക്കുക ആവാത്തെ ദാമ്പത്യ ജീവന ಐತಿ, നല്ല സന്തോലത്തെ ഒരു ദാമ്പത്യ ജീവന ಐತಿ. ബട്ട് എന്താ ഒരു ബദർ യുദ്ധത്തിൽ അബൂ സലമ റളിയല്ലാഹു അൻഹ പാർട്ടിസിപ്പേറ്റ് ആക്കറ്, ബദരീങ്ങളെ കൂട്ടത്തിൽ പെട്ട ആളെ ഇട്ടിക്കറ് അബൂ സലമ റളിയല്ലാഹു. അതേപോലെ അബൂ സലമയെ ഇട്ടിക്കറ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് ഒരു ദുവ പഠിപ്പാട്ടി കൊടുക്കറ്. എന്തേ മുസീബത്ത് ബന്നെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജിർനി ഫി മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ ചൊല്ലോൺ. അല്ലാഹുവേ ഈ മുസീബത്തുക്ക് നിനക്ക് പ്രതിഫലത, ഇതിരക്കാണ് ഖൈറായത് നിനക്ക് ഉണ്ടാക്കിത്ത, ഈ മുസീബത്തിരക്കാണ് ഖൈറായത് നിനക്ക് താ. ഇത് അബൂ സലമ എന്താക്കറ് ഒരു നാള് ഓടിയ ബന്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചൊല്ലുന്നു, നക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ദുആ നക്ക് പഠിപ്പാട്ടി തന്നൊരു, നീനും എന്താക്ക് മുസീബത്ത് ബന്ന് എന്തുവാറാണ്. അങ്ങനെ പിന്നെ ഉഹുദ് യുദ്ധത്തിൽ ആ ഒരു ഗായാവുಡು അബൂ സലമക്ക്. ആ ഗായ എന്താ പറയുക, ആ ഗായത്തിൽ രോഗിയായിട്ടാകുമ്പോഴത്തേക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ആക്കറ്. അങ്ങനെ ആ ഗായ വണിയിട്ട് ആയ ഒരു സന്ദർഭത്തിലേറ്റിക്ക് ഈ സരിയൽ നേതൃത്വമായിട്ട് ആറ് പോണ്ടേ അബൂ സലമ റളിയല്ലാഹു അൻഹ 150 സൈന്യത്തെ പിടിച്ചോണ്ടേ ആ അങ്ങനെ ഇതാക്കുക ഇട്ട് പോണ്ടേ ബനുൽ അസദ് ഗോത്രത്തെ അങ്ങനെ അറ്റാക്ക് പോണ്ട്. അങ്ങനെ അങ്ങ പോണ്ടാറ് പോയിട്ട് ആ ബനുൽ അസദ്ര ഗോത്രത്തങ്ങ അങ്ങ ಅಂದ್ರೆ പ്രതീക്ഷിക്കാണ്ട് വന്ന ഒരു സൈന്യം ഇട്ടിക്കറിങ്ങ മുസ്ലിമീങ്ങളെ കാണുമ്പോൾ ആശ്ചര്യപ്പെട്ടു പോയാർ. ഞങ്ങളും അറ്റാക്കാക്കോ വന്നമാണ് ഇങ്ങ പ്രാണാക്കി ഇന്ന് മാത്ര മുസ്ലിമീങ്ങും എന്താക്കിയാർ എതിർ വന്നാർ. അപ്പൊ ഇത് സന്ദർഭത്തിൽ അങ്ങെന്താക്കി അങ്ങനെ ഉള്ള എല്ലാം വിട്ടു ഓടിയാർ. അങ്ങെല്ലാരും അങ്ങനെ കയ്യിൽ ഉള്ളതും എന്തെല്ലാം ഉണ്ട് അതെല്ലാം വിട്ടിട്ടു ഓടിയാർ. അങ്ങനെ അവിടെ എന്തായിട്ട് അങ്ക് മുസ്ലിമീങ്ങൾക്ക് ഗനീമത്ത് സ്വത്ത് കിട്ടിത്ത് ആ ഗനീമത്ത് സ്വത്ത് എടുത്തോണ്ടേ മദീനത്തേക്ക് വന്നാർ. അങ്ങനെ മദീനത്തേക്ക് വന്നപ്പോഴത്തേക്ക് പിന്നെ ആ ഒരു യാത്രയിൽ അബൂ സലമ റളിയല്ലാഹു അൻഹു ആ ഗായ ഇൻഫെക്ഷൻ ആവും. അത് യാരെന്താവും പ്രോബ്ലം ആക്കറ്. അങ്ങനെ പ്രോബ്ലം ആക്കിയിട്ട് അയാൾ പിന്നെ രോഗിയാവും, പാടെ രോഗിയാവും. അങ്ങനെ രോഗിയായിട്ട് എത്രമാ നാൾ കിടത്തത്തിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷയപ്പെടിയാവും അബൂ സലമ റളിയല്ലാഹു അൻഹ രോഗിയായിട്ടുണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് വിസിറ്റ് ആക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആർക്കറ്. ലാസ്റ്റ് മരിക്കിற ആ ഒരു സന്ദർഭത്തിൽ ലാസ്റ്റ് ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തോലു അവിടെമേ അബൂ സലമರ മുട്ടമേ ദച്ചിട്ടിക്കറ്. അങ്ങനെ രോഗിയെ വിസിറ്റ് ആക്കற ഒരു അവസ്ഥ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರ ಜೀವನത്തിൽ കണ്ടു. രോഗിയെ വിസിറ്റ് ആക്കരുത്,
ഹക്കൈറ്റിക്കർ, ഒരു മുസ്ലിമരെ പിന്നെ ഒരു മുസ്ലിമരെ മേൽ കാട്ടുണായി ഹക്കൈറ്റിക്ക് അല്ലെ, ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്തുൻ, ഒരു മുസ്ലിം പിന്നെ ഒരു മുസ്ലിമരുടെ മേൽ കാട്ടുறதாയി 6 ബാധ്യതలు 6 ഹക്കുలు. ஒரு ஹக்கு ಅಂದರೆ அவன் ரோகி ஆயிங்க விசிட் ஆக்கணும் சொல்றது. ரோகியை விசிட் ஆக்குறது எல்லாத்தாண்டி വലിയ മഹത്തരമായ ഒരു പ്രതിഫല കിട്ടേ കാര്യമായിട്ടിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു ഹദീസിൽ ചൊല്ലു, ഒരാൾ ഒരു മുഅ്മിനെ ഒരു മുസ്ലിമരെ രോഗിയായിട്ടിക്കുമ്പോ സന്ദർശിച്ചിട്ടായെങ്കിൽ അവന് സ്വർഗത്തെ ഒരു തോട്ടത്തിൽ ഇന്ന പോലെ, സ്വർഗത്തിൽ അവന് എവിടത്തോളം അവനൊരു സ്വർഗത്തെ തോട്ടത്തിൽ ഇന്ന പോലെ. അപ്പൊ അത്ര വലിയ മഹത്വമുള്ള ഒരു കാര്യമായിട്ടിക്കറ് രോഗിയെ സന്ദർശിക്കരേ ചൊന്നി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹു ആ ഒരു ലാസ്റ്റ് സിറ്റുവേഷനിൽ അവിടെ ദുആർന്നിട്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹു ഒട്ടികമേ ഇക്കര സന്ദർഭത്തിലായിട്ട് ഇക്കറ് അബൂ സലമ റളിയല്ലാഹു അൻഹ വഫാത്തവർ. ഹിജ്റ 4ാമത്തെ വർഷത്തെ ആ ഒരു ഫസ്റ്റ് കാലഘട്ടത്തിൽ അബൂ സലമ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് യാത്ര പോണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എന്താക്കറ്, അബൂ സലമ റളിയല്ലാഹു അൻഹു റൂഹ് പോയപ്പ അബൂ സലമ റളിയല്ലാഹു അൻഹുടെ കണ്ണ് ഓപ്പണിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് ശഖ ബസറഹു ഫഅഗ്മലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണിങ്ങനെ മുച്ചു കൊടുക്കും, അതിനെ ബന്ധാക്കറ്. അങ്ങനെ ബന്ധാക്കിയാൽ പിന്നെ സുമ്മ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഇന്ന റൂഹ ഇദാ ഖുബില തബിഅഹു അൽ ബസർ. ഒരാളെ റൂ പോയിട്ടായെങ്കിൽ ആ റൂഹരെ അവന്റെ കണ്ണിങ്ങനെ നോക്കി വയ്ക്കരുത്, ആ കണ്ണിങ്ങനെ ഫോളോ ആക്കി വയ്ക്കരുത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കണു, ഒരു മയ്യത്തിരെ കണ്ണ് നിങ്ങ മുച്ചു കൊടുക്കണം, അതിനെ നിങ്ങൾ ബന്ധാക്കണു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചിട്ട് എത്തിക്കറ് ചൊല്ലത്. അങ്ങനെ പിന്നെ ഫളജ്ജനാസും മിൻ അഹ്ലിഹി, അവിടുള്ള ആൾമാരെല്ലാം ബുൾപുട്ടാർ. അബൂ സലമ റളിയല്ലാഹു അൻഹുടെ കുടുംബത്തങ്ങ അതേപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പെഞ്ഞായി ഒർക്കും ബുട്ടുനിക്കുക ആവാത്തവർ മാപ്പിലൈത്തിന്ത് ആറ് അബൂ സലമ റളിയല്ലാഹു. ആ അബൂ സലമ റളിയല്ലാഹു അൻഹുടെ ആ ഒരു വിട്ടുപോയതിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ഭയങ്കര ബേജാറായിട്ട് അങ്ങെന്താക്കിന്നാറ് അവിടെ ബുൾപുട്ടുന്നാർ. ഫഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ലാ തദ്ഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ, നിങ്ങളെ സ്വന്തത്തിക്ക് ഖൈറല്ലാണ്ട് നിങ്ങൾ ദുആർക്കണ്ട. ചിലപ്പോൾ മരിപ്പുற സന്ദർഭത്തിൽ മരിക്കരുത് നോക്കുക ആവാണ്ടെ അത് സദിക്കാണ്ടെ എന്തെല്ലാം ചൊന്നു പോണ്ടാറ്, നാ മറിച്ചിരെങ്കിൽ അതിരാണ്ടി മുന്നോല, അല്ലെങ്കിൽ നക്ക് അങ്ങനെ ആയിരെങ്കിൽ നക്ക് ഇങ്ങനെ ആയിരെങ്കിൽ, ഇങ്ങനെയുള്ള കുറെ ആൾമാർ എന്താക്കാറ് വേണ്ടാത്തത് സ്വന്തത്തിക്ക് ദുആർക്കാറ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു, ലാ തദ്ഉ അലാ അൻഫുസികും ബിഖൈർ, നിങ്ങൾ ഖൈറല്ലാണ്ട് നിങ്ങളെ സ്വന്തത്തിക്ക് നിങ്ങൾ ദുആർക്കണ്ട. കാരണം എന്ത്, ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ ആ സന്ദർഭത്തിൽ എന്ത് ചൊല്റാറാ அதுக்கு மலக்குமார் ஆமீன் சொன்னு வைக்கிறார். அப்போ அது கைத்து நீங்கள் ஹைரல்லான்ட்டு சொல்லகு தீரா சொந்து ரசூல் சல்லல்லாஹு அலைஹி வஸல்லம் சொல்றோம். அது புல்புடுறது மாத்திரல்ல, நாங்கள் மையத்தை விசிட் ஆக்க மையத்தை சந்தர்ശിക്ക പോണ്ട സന്ദർഭത്തിലും അവിടെ വെച്ചിട്ട് ഹൈറായതല്ലാണ്ട് വേറെന്തും ഞങ്ങൾ പൽക്കരെ തീരാ. കുറേ ആൾമാരുള്ളാറ് ഒന്നാമത്തേത് മയ്യത്തിനെ നോക്കരുതേ, ഞങ്ങൾ ആഖിറത്തിനെ നെൻപാക്ക് ബാട്ടുണായതായിട്ടിക്കറ് മാത്രം എൻ്റെ ആൾമാർ എന്താ ഇടാറ്, അത് സമയത്തെ ആഖിറത്തിനെ നെൻപാക്കുക ഇല്ലാത്ത ഒരു അവസ്ഥയാക്കി വിട്ടുറാറ്. റായത്തെ പൽക്കം, ഔഡ്ര പൽക്കം, ഊഡ്ര പൽക്കം, മഞ്ഞത്തെ പൽക്കം, പിന്നോർത്തര ഗീബത്ത് ചൊന്നുണ്ട്, നമീമത്ത് ചൊന്നുണ്ട്, ഇങ്ങനെ പൽക്ക പറഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യ സന്ദർഭാക്കി വിട്ടുറാറ്. അതിരെ അങ്ങനത്തെ അവസ്ഥയിട്ടിക്കറ് ഞങ്ങൾക്ക് കാണും. അപ്പം അത് കഴിച്ച് അവിടെ ഞങ്ങൾ ഹൈറല്ലാണ്ട് ഞങ്ങൾ വേറൊന്നും ചൊല്ലു തീരാ, ആ എത്ര ഞങ്ങളെ പൽക്കത്തെ ഞങ്ങൾ കുറയ്ക്കണം. മാത്രമല്ല അതിരർത്ഥം എന്തിരെ ഹൈറ് ചൊന്നെങ്കിൽ അപ്പൊ പിന്നെ അവിടെ ഖുർആൻ ഓതുന്നുണ്ട, അങ്ങനെ വ്യാഖ്യാനാക്കറങ്ങുള്ളാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ എന്താക്കാറ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഹൈറല്ലാണ്ട് അവിടെ പൽക്ക ബരവത്തിർ. അപ്പൊ എല്ലാത്തൻ്റെ ഹൈറായതായിട്ടിക്കറ് എന്തിരെ ഖുർആൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ ഖുർആൻ ഓതുന്നു, അങ്ങനെ ഓടും നമുക്ക് ഹദീസിൽ കാണില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഖുർആൻ ഓതുക എന്താക്കിയിട്ടില്ല, സ്പെഷ്യൽ ചൊന്തില്ല. ഹൈറല്ലാണ്ട് വേറൊന്നും പൽക്കരണ്ടാണ്ട് എത്തിക്കറ് ചൊന്നരെ ഖുർആൻ ഓതു കൊണ്ടുണ്ടായെങ്കിൽ പ്രത്യേകമായിട്ട് ചൊല്ലണിന്തല്ലേ. ഒരു ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത് മാത്രമേ നമുക്ക് ആക്കുള്ളൂ. അപ്പൊ ഓടും എന്തില്ല ഖുർആൻ ഓതൊരു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തേ ഇല്ല. അപ്പൊ നബിയും സഹാബിരങ്ങ കാട്ട ആയിട്ട് നബി ചൊന്തില്ല, സഹാബിരങ്ക് ഈ പൽക്ക അങ്ങയും ബിയർച്ചിട്ടാക്കിയാറ ഹൈർ. അപ്പൊ ഖുർആൻ ഏറ്റിക്കർ ഹൈർ. അപ്പൊ ഖുർആൻ ഞങ്ങൾ ഓതാ ചൊന്തി ഏതെങ്കിലും ഒരു സഹാബി മരണപ്പെട്ടു പോയ മയ്യത്തിരെ ദുർലു യാസീൻ ഓതിയതാ, ഖുർആൻ ഓതിയതാ, അല്ലെങ്കിൽ ഖബറിലൂടെ പോയിട്ട് ഖുർആൻ ഓതിയതാ നമുക്ക് കാണാൻ സാധ്യമില്ല.
അപ്പൊ നബിയും സഹാബിറങ്ങ് കാട്ടാത്ത തെറു ഞങ്ങൾ പിടിച്ചിട്ടായെങ്കിൽ അത് ദൊലാലത്തെ ഇട്ടിക്കുക. അത് എന്തല്ല ഹിദായത്തല്ല. ഹിദായത്ത് എവിടില്ലേ? അള്ളാഹും റസൂലും അതേപോലെ സഹാബിറങ്ങ കാട്ടിയ തെറുളു പോണ്ടത് ഇട്ടിക്കറ്. ഹിദായത്തിലെ തെറു ചൊല്றது ഞങ്ങ മനസ്സിലാക്കുവാനായ ഗൗരവപ്പെട്ട ഒരു വിഷയം ഇട്ടിക്കർ. അപ്പൊ ഏതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചൊന്തു ഹൈറല്ലാണ്ട് നിങ്ങൾ വേറെ ഷർറുക്ക് വേണ്ടി ദുആർക്കണ്ട. കാരണം നിങ്ങൾ ചൊല്ற ഓരോ പൽക്കത്തും മലക്കുമാർ ആമീൻ ചൊന്നു വയ്ക്கிறார். അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹുക്ക് വേണ്ടിയിട്ട് അവിടെ ദുആർക്കർ. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അല്ലാഹുവേ അബൂ സലമക്ക് നീ മാഫാക്കി കൊടു. വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, അതേപോലെ വഖ്ലുഫുഹു ഫീ ഇഖബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീ. ഇത് അബൂ സലമക്ക് വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആർനെ ഒരു ദുആയിട്ടിക്ക് ഖബർ വിശാലമാക്കി കൊടുക്കുകയും ഖബറിൽ ബെൽച്ചിട്ട് കൊടുക്കുകയും അതേപോലെ അബൂ സലമക്ക് ഇസ്തിഗ്ഫാർ മഗ്ഫിറത്ത് കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് ദുആർക്കുക. അപ്പൊ ഞങ്ങൾ ഇപ്പം മയ്യത്ത് വിസിറ്റ് ആക്കു പോയി മയ്യത്ത് സന്ദർശിക്കു പോയെങ്കിൽ ഈ ദുആ ഞങ്ങൾ എന്താക്കണം? അങ്ക് വേണ്ടി ദുആർക്കണം. അവിടെ അബീ സലമ ഉള്ളവിടെ അയാളുടെ പേര് ഞങ്ങൾക്ക് ചൊല്ല, അല്ലെങ്കിൽ ലിഹാദൽ മയ്യത്തിൻ ചൊല്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലിഹാദൽ മയ്യത്തി പേര് ഗൊന്തില്ലണ്ടായി പേര് ഗൊന്തുണ്ടായി ആ പേര് വെച്ചിട്ട് ഞങ്ങൾക്ക് എന്താക്ക ഈ ദുആർക്ക ചൊന്തത്തിക്കർ ഉലമാക്കന്മാർ വിശദീകരിക്കും. അങ്ങനെ അബൂ സലമ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ് എന്താക്കർ കുളിപ്പാട്ടർ. അതേപോലെ അയാളുടെ മയ്യത്ത് നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്തായിട്ട് അയാളുടെ മയ്യത്ത് നിസ്കരിക്കർ. പിന്നെ ബഖീൽ ഗർഖദിൽ പോയിട്ട് അയാളുടെ ദഫനാക്കർ. അങ്ങനെ ദഫനാക്കിയാൽ പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ബുൽപ്പ് നിൽക്കില്ല. ಬೇಜಾರಾಕೋಗಿ ಇಸ್ಲಾಂ ನಂಗೆ ಪರ್ಮಿಷನ್ ತಂದ್ರೆ 3-3-4 ಇಟ್ಟಿ 3-4 ಯಾರ ಬೇಜಾರಾಕೋಗಿಲ್ಲ ಬುಲ್ಪುಡಗಿಲ್ಲ പിന്നെ ജീവനത്തിൽ മുന്നോട്ട് പോകണുണ്ടെത്തിക്കറി ഇസ്ലാം പഠിപ്പാട്ട്. പിന്നെ അതേ നിറച്ചിട്ട് അവിടെമേ ദുഃഖിച്ചിട്ട് ഒരു മൂലല് ദച്ചിട്ട് പിന്നെ ഞങ്ങളെ ലൈഫിനെ ബർബാദാക്കുന്ന ഒരു അവസ്ഥ ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടില്ല. പിന്നെ ആയത് അവിടെ അള്ളാഹുരെ കതിർ ചൊന്ത് എന്താക്കണം? ഞങ്ങളെ പിന്നെ ആ ദുഃഖത്തെ ಬೇರೆ വെച്ചിട്ട് ലൈഫിൽ മുന്നോട്ട് പോകണുണ്ടെത്തിക്കറി ഇസ്ലാം പഠിപ്പാട്ട്. അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ബുൽപുട്ടോ ഉണ്ട്, ഔത്തുൽ തെച്ച് ബുൽപുട്ടോ ഉണ്ട്. ആ ബുൽಪು ಪರ್ತಕ್ಕೆ ಸಮತಿ ಕೇಟು ಇಂತ ತೆರಳು ಪೋಂಡಂಗೆ ಸಮತಿ ಕೇಟು ಇಂತಂಟೈ ತಿಕ್ಕರು ಹದೀಸಿಲ್ ಕಾಂಡೆ. ಉಮ್ಮು ಸಲಮಾ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ ಚೊಲ್றது ನಂಗೆ ಹದೀಸಿಲ್ ಕಾಂಡು. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചൊല്ല ഗരീബുൻ ഫി അർളി ഗുർബ. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിൽ പിന്നെ അപരിചിതമായ ഒരു ലോകത്ത് അപരിചിത പോലെ നാണൈത്തിന്നെ, നക്കാറും ഇല്ലാത്ത പോലായിട്ട് നാണ് ആയിത്തീന്നെ. ലഅബ്കിയന്ന ബുകാഅൻ, നാ ബുൽപുട്ടോ ഇന്ന് എവിടെ ചൊന്നെങ്കിൽ യതഹദ്ദസു അൻഹു ആൽമാർ പൽക്കവരോട് ആൽമാർ സമയത്ത് പൽക്കവരെ സ്റ്റാർട്ട് ആക്കിയ മുസലം ഇപ്പം ബുൽപുട്ടോ ഉണ്ട് ബാവ ഇപ്പം അങ്ങനെ ബുൽപുട്ടോ ഉണ്ട് ചൊന്ത അങ്ങനെ ആൽമാറുള്ള പൽക്കവരെ സ്റ്റാർട്ട് ആക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷയ പിടിയായിತ್ತು. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സീദಾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മുട്ട ಬಂತು. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒട്ടിಗೆ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടിತ್ತು, തുരീദീന അൻ തുദ്ഖിലി അശ്ശൈത്താന ബൈതൻ അഖ്റജഹു അല്ലാഹു മിൻഹു. അല്ലാഹു സുബ്ഹാനഹു തആല ആട്ടി ഓടുബാട്ടിയതായ ശൈത്താൻറെ വാപ്പാസ് നീൻ ഔത്തുകു ബിൽക്കുകയിട്ട് ഔത്തുറുൽಗ നൂത്രമ അങ്ങനെ ഇട്ടിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ബുൽപുര കൊണ്ടിട്ടു നബി പ്രതികരിച്ച്. അല്ലാഹു സുബ്ഹാനഹു തആല ശൈത്താന്റെ ആട്ടി ഓടുബാട്ടിയവനെ ഇട്ടിക്ക് ആ ശൈത്താൻറെ നിന്റെ ഔത്തുകു നീ ബിൽച്ചു കൂട്ടരമ. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനാക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലರು ನೀನು ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ಇಸ್ತಿರ್ಜಾಕ್ಯ അതേപോലെ ഈ ദുആർ അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുമ്മ അജ്ർനി ഫി മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. ഇത് നീ ദുആ അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചൊല്ലറെ ನಾನು ಆ ದುಆರ್ನೆ ಅಲ್ಲಾಹುಮ್ಮ ಅಜ್ರ್ನಿ ಫಿ ಮುಸೀಬತಿ ವಖ್ಲುಫ್ ಲಿ ಖೈರಂ ಮಿನ್ಹಾ ಚೊಲ್ರಿ ಈ ದುಆ ನಾ ದುಆರ್ನೆ. ആ ദ്വാർക്കുമ്പത്തും നന്റെ മനസ്സിൽ നിന്നെന്തേ സഹാബിരങ്ങളെ കൂട്ടത്തിൽ ആറുള്ളാറ് നന്റെ മാപ്പിളറാൻറ്റി ഖൈറായങ്ങ ചൊന്തു ನಾನು എൻ്റെ മനസ്സിൽ വിചാരിച്ചു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങില ಅವರು ചൊല്ലற ഒരു ഇതേ ഹോപ്പേ ഇല്ല ಅಂತ. കാരണം നബിയുടെ ദർജ അവിടെ ഇട്ടിക്ക്. നബി അത്ര വലിയ ദർജത്തിലുള്ള ഒരാള് നന്റെ പോലത്തെ ഈ ഒരു പാവത്തെ പെണ്ണിറ മങ്ങിലാവുകൂ അത് അങ്ങനത്തെ ഒരു ബിയാരമേ ആരുടെ മനസ്സിൽ ಬಂತಿಲ್ಲ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ ಬಂತಿಲ್ಲ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ സഹാബിരങ്ങളെ കൂട്ടത്തിൽ നിന്നിരിക്കരെ അബൂ സലമ അത്ര നല്ല സ്വഭാവത്തെ അത്ര നല്ല പിറസ കാട്ടിയ ഒരു മാപ്പിളയിട്ടിന്ത്.
അപ്പൊ അങ്ങനത്തെ ഒരാളിലേക്ക് ബദലായിട്ട് വേറെ ഒരാൾ കിട്ടുമെന്ന് അതിനെ കൊണ്ട് സാധിക്കുക ആയെങ്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർക്കോ ചൊന്നെ കേട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്താക്കി ഈ ദുആർക്ക് അല്ലാഹുമ്മ അജ്ർനി ഫി മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻ. അങ്ങനെ എന്തായിട്ട് അയിമ ഇദ്ദ തെച്ചിട്ട് മാപ്പിള മറിച്ച് ഇദ്ദ തെയ്ക്കൊണ്ട് ആ ഇദ്ദ തെച്ചിട്ടാൽ പിന്നെ ഇദ്ദ പൂർത്തിയായി ഇദ്ദത്തെ നടുലു എന്താക്കുകയില്ല മങ്ങിലാവുകൂ അല്ലെങ്കിൽ പ്രപ്പോസൽ കടത്തുക ഇല്ല. അങ്ങനെ ഇദ്ദ പൂർത്തിയാക്കിയാൽ പിന്നെ തിക്കറ് ಫಸ್ಟ್ ಅಬೂಬಕರ್ ಸಿದ್ದಿಕ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಪ್ರಪೋಸಲ್ ಕಡ್ತಾರೆ ಐಮಗೆ ನಾನು എൻ്റെ ಮಂಗಿಲಾವುಗು ರೆಡಿ ಇಲ್ಲ ನಿಕ್ಕೆ ಒಪ್ಪಿಗೆಮಾ ಐಮ ರಿಜೆಕ್ಟ್ ಆಕಿತ್ತು ಐಮಗದು എന്തായിട്ടില്ല ഉൾക്കൊള്ളുക ഇല്ല. രണ്ടാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രപ്പോസൽ കടത്തിತ್ತು ഉമർ റളിയല്ലാഹു അൻഹു ಎದುರು ಬಂತು ನಾನು എൻ്റെ ಮಂಗಿಲಾವುಗು ರೆಡಿ ಇಲ್ಲ ನಿಕ್ಕೆ ಒಪ್ಪಿಗೆಮಾ ಐಮ ರಿಜೆಕ್ಟ್ ಆಕಿತ್ತು ಐಮಗದು ಮನಸ್ಸಿಗೆ ಸಮಾಧಾನ ಇಲ್ಲ. പിന്നെ ഇത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രപ്പോസൽ കടത്തറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ ಮಂಗಿಲಾವುಗು ಉದ್ದೇಶಿച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഒപ്പികമാ നിങ്ങൾ തയ്യാറുള്ളാറാ നിങ്ങൾ റെഡി ഉള്ളാറാ. അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അത്ഭുതപ്പെട്ടു പോണ്ട് ആശ്ചര്യപ്പെട്ടു പോണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്റെ ಮಂಗಿಲಾವ್ರമാണ് ಐಮಗ್ ഉൾക്കൊള്ളുക ഇല്ല. അങ്ങനെ ಐಮಗ್ അത് ஒரு கொசியைத்து மாத்திரமா ஐம சொல்று உம்மு சலமா ரலியல்லாஹு அன்ஹா சொல்று നബി നന്റെ ಮಂಗಿಲಾವುಡದಲ್ಲಿ ನಕ್ಕು ഒരു ಬೇಜಾറും ಇಲ್ಲ ನಾನು ಅದಕ್ಕೆ ಒಪ್ಪಿಗೆ ತಂದೆ ಮಾತ್ರ ನಕ್ಕು 3 തടസ്സ ഉണ്ട് 3 തട ഉണ്ട് ಎಂದ್ರೆ ಅದು ഒന്നാമത്തേത് നാ ഗീറത്തുള്ള ഒരു പെണ്ണൈത്തിക്ക ഗീറത്തു ചൊന്നെങ്കിൽ അതായത് ഇപ്പൊ രണ്ട് പെഞ്ഞ ഇന്നുണ്ടായെങ്കിൽ ഒരു പെഞ്ഞ ഹീറൊട്ടി പോകും പിന്നെ ഒരു പെഞ്ഞയ്ക്ക് എന്താ ഒരു തെല്ലൊരു രസ് ഒരു ഇത് പണ്ട് അതേപോലെ നഞ്ച് പണ്ട് അത് ചൊന്നെ അത് എന്തിരെ ബെടുക്ക് നഞ്ചല്ല അതൊരു സ്വാഭാവികമായിട്ട് പെൺമക്കൾക്ക് ഇക്കൃതായിട്ടിക്കറത്. അപ്പൊ അബൂ സലമ റളിയല്ലാഹു അൻഹു വേറൊരു പെണ്ണിന്റെ മങ്ങിലായിട്ടില്ല കാലി ഉമ്മു സലമ മാത്രം ഇന്ന് ഒരു പെഞ്ഞായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓൾറെഡി 5 പെഞ്ഞായിമാറുള്ളാർ. അപ്പൊ ನಾನು ತೆಲ ಅರ್ಸ ಬಂಡೆ ತೆಲ ಹೀರತ್ತುಲ್ಲ ഒരു പെണ്ണൈത്തിക്കറ. രണ്ടാമത്തെ പ്രോബ്ലം നക്ക് ചൊമ്മ ബയസ്സേരി ഇനി നന്റെ ഇട്ട് ഒരു എന്താ പറയുക മക്ക ആ ഒരു പ്രതീക്ഷയില്ല. മൂന്നാമത്തെ പ്രോബ്ലം നക്ക് കുറേ മക്കുണ്ട് 4 മക്കിന്ത് അബൂ സലമല്ലിന്ത് 4 മക്കമിന്ത്. അപ്പൊ ഈ ഒരു പ്രോബ്ലമും ആര് ചൊല്ലുറേ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചൊന്നു കടത്തർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രോബ്ലം കേട്ടിട്ട് റിട്ടേൺ ಅದಕ್ಕೆ ആൻസർ കടത്തർ. ഈ 3 പ്രോബ്ലമും സൊല്യൂഷൻ ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. ഒന്നാമത്തേത് ഗീറത്തിന്റെ വിഷയത്തിൽ ഞാൻ അല്ലാഹുവൊട്ടിಗೆ നിക്ക് വേണ്ടി ദുആർക്കറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർന്നേം പിന്നെ അതെന്താവും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്തു നിക്ക് വേണ്ടി ഞാൻ എന്താക്കറ അല്ലാഹുവൊട്ടിಗೆ ഗീറത്തിന്റെ വിഷയത്തിൽ ദുആർക്കറ. രണ്ടാമത്തേത് എന്തിരെ മക്ക ഉള്ള വിഷയം ആ മക്ക അത് നന്റെ മക്കയിട്ടിക്കറ ನಾನು ആ മക്കളെ ഏറ്റെടുക്കറ. മൂന്നാമത്തേത് ബയസിയാറായിട്ട് ചൊല്ലുறது നിന്നാണ്ട് വയസ്സ് നക്കും ഉണ്ട് അപ്പൊ അതിലെന്തില്ല പ്രോബ്ലം ഇല്ല. അങ്ങനെ ഇത്തിക്ക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ಅದಕ್ಕೆ ആൻസർ ആക്കി കടത്തര അല്ലേ. ഒന്നാമത്തെ പെഞ്ഞയാറ് ഖദീജ റളിയല്ലാഹു അൻഹ, രണ്ടാമത്തെ സൗദ റളിയല്ലാഹു അൻഹ, മൂന്നാമത്തേത് ആയിഷ റളിയല്ലാഹു അൻഹ, നാലാമത്തേത് ഹഫ്സ റളിയല്ലാഹു അൻഹ, അഞ്ചാമത്തേത് കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്ന സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ, ആറാമത്തെ പെഞ്ഞയായിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തിൽ കടന്നു പണ്ട് ബനു മഖ്സൂം ഗോത്രക്കാരിയായിട്ടുണ്ട് ഈമ. അപ്പൊ അങ്ങനെ ഇസബലു ഊടെ എന്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മംഗിലാവുടോട് കൂടിയിട്ട് ബനു മഖ്സൂം ഗോത്രത്തങ്ങ ഭയങ്കര അർസ കാട്ടിയുന്ന ഒരാളായിട്ടിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയുടെ മംഗിലാവരോട് കൂടിയിട്ട് അത്ര കഠിനമായിട്ടുള്ള അർസ ശക്തമായിട്ട് വിരോധിന്നങ്ങ അതിൽ പിന്നെ അവിടെ എന്താ അവിടെ സോഫ്റ്റ് അവർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരോ മംഗലത്തിലും എന്തുണ്ട് ಅದರ ಪೇರೊರು ಹಿಕ್ಮತ್ತುಂಡು അതേറ്റിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ഇണ്ടെന്തര ചൊല്ലാർ ആൾമാർ പെണ്ണിരെ ആശപ്പെട്ട ഒരാള് പോണെന്ന് മങ്ങിലായരെ അതാക്കിരെ ഇതാക്കിരെ ಅಂತೆಲ್ಲ ಕೊರಿಯ പെണ്ണിരെ ആശ വെച്ച ആളുಂಟಲ್ಲ എന്താക്കിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ എതിർക്കറങ്ങ എത്തിയസ്റ്റുമാർ അതേപോലെ യുക്തിവാദിമാർ അങ്ങനെ എന്താക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിലത്തെ വിഷയത്തിൽ എതിർക്കുന്നത് നമുക്ക് കാണും. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മങ്ങിലും ಅದರ ಪೆರೋಲುಲ್ಲೇ ಆ ಒಂದು ಹಿಕ್ಮತ್ ನಂಗೆ ಚರಿತ್ರത്തിൽ മനസ്സിലാക്കുക സാധ്യ ഒരു കാര്യം ഇട്ടിക്ക് ബനു മഖ്സൂം ഗോത്രത്തങ്ങ അത്രത്തോളം ശക്തമായിട്ട് എതിർത്തോ ഇന്നങ്ങ പിന്നെ സോഫ്റ്റ് അവർ
ഖാലിദ് ബിൻ വലീദ് ബനു മഖ്സൂം ഗോത്രത്താലായിട്ടിക്കർ. ഖാലിദ് ബിൻ വലീദ് ഈ ഒരു സംഭവം എന്താ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അവിടെ മനസ്സിൽ തട്ടറ് അങ്ങനെ ഇട്ടിക്കർ. ഖാലിദ് ബിൻ വലീദിന് പിന്നെ ഒരു ചേഞ്ചസ് സ്റ്റാർട്ട് ആവടി, ഇസ്ലാമൊരൊട്ടിಗೆ ഒരു ആകർഷണീയ പിന്നെ മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ആവറെ അവിടെ ഇട്ടിക്കർ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺപിടുത്താൻ ചൊല്ലதுக்கு ഇൻക്ക് യുക്തി ഈ യുക്തിവാദരങ്ങ ഇൻക്ക് യുക്തില്ല ചൊല്ലதுக்கு എല്ലാത്തന്റെ വലിയ ഒരു കാരണം ഇട്ടിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിൽത്തെ വിമർശിക്കർ. എന്താ കാരണം? മക്ക കാലഘട്ടമെങ്കിൽ മങ്ങിലാവണ്ട് എത്ര പെൺമക്കൾ വേണമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ചാൻസ് ഇന്ന് അതൊരു ജീവനത്തെ ഭാഗമായിട്ട് കണ്ടങ്ങ. അപ്പൊ പെൺപിടുത്തത്തിന് അത്ര ആസിന്നു മങ്ങിലമേ ആവണ്ടല്ലേ. മങ്ങിലായാൽ പിന്നെ ജിമ്മിദാർ ഏറ്റെടുക്കണായിട്ട് വേണ്ട. കാലി മങ്ങിലാവിടെ എന്തെങ്കിൽ അതുക്ക് മാത്രമല്ല, ഇസ്ലാം പഠിപ്പാട്ട മങ്ങിൽ എന്തേ അവള് പിന്നെ എല്ലാം ഏറ്റെടുക്കണം. അവൾക്ക് റിസ്ക് കൊടുക്കുന്ന വിഷയത്തിലും അവളുടെ ഡ്രസ്സിന്റെ വിഷയത്തിലും ഓരോ കാര്യം ഏറ്റെടുക്കണായിട്ട് വേണ്ട. അപ്പൊ ഒരു മങ്ങിലായിട്ട് ആ പെണ്ണിനെ മാത്രം നമുക്ക് ഇതാക്കുന്നുണ്ടായെങ്കിൽ അപ്പൊ എല്ലാം ഏറ്റെടുക്കണ്ടല്ലേ. അപ്പൊ മങ്ങിലാവാണ്ടെ ആക്കല്ലേ, മങ്ങിലാവാണ്ടെ പോവല്ലേ. അപ്പൊ മങ്ങിലാവർ എന്ത് അതുക്ക് മാത്രമല്ല, അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഓരോ മങ്ങിലത്തെ പേരുകളും അതറുതായ ഒരു ഹിക്മത്ത് ഉണ്ടു ചൊല്ലതേറ്റിക്കറ് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കുക സാധ്യം. ഏതായെങ്കിലും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാമ്പത്യ ജീവനത്തിൽ നല്ല ഒരു ദാമ്പത്യ ജീവനായി തിന്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നല്ല ബുദ്ധി കൂർമ്മത്തെ ഉള്ളേ നല്ല സ്മാർട്ടായ ഒരു പെണ്ണിങ്ങായി തിന്ത്. ഏതൊരു വിഷയത്തിലും മനസ്സിൽ വന്ന് ഡൗട്ട് കേട്ടിട്ട് പഠിച്ചോ എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടി കേട്ടിട്ട് പഠിച്ചോ എന്ത്. 2-3 ആയത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കാരണത്തിലെ അവതീർണായത് നമുക്ക് കാണും. സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്ത്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത്. ഈ ആയത്ത് നാസിലാവ് കാരണായാറ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇത്തിക്കർ. എന്തിനാ അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലറ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമായ ആണും മുസ്ലിമായ പെണ്ണും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനായ പെണ്ണും മുഅ്മിനായ ആണ്, വസ്സാദിഖീന വസ്സാദിഖാത്തി, സത്യപ്പെടുത്തലാണ് എല്ലാം ആണും പെണ്ണും അള്ളാഹു വേറെ വേറെ ആക്കി ചൊല്ലും. എന്ത് കേട്ട് അവർക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിയോട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യൻ, നബിയെ ഖുർആനിൽ ഏതൊരു ഹുക്കുമു ചൊല്ലുറെങ്കും ആണ്ടെ ഒരു ഇതാക്കിട്ടല്ലേ ചൊല്ലുറേ. അതായത് ഏതൊരു ഹുക്കുമു ചൊല്ലുറെങ്കും എന്ത് ഒരു അഭിസംബോധന ചൊല്ലുറെങ്കും ആണ്ടെ മാത്രം എന്താക്കര് മെൻഷൻ ആക്കര്. മുഅ്മിനും ചൊല്ലുമ്പോഴത്തേക്ക് അതിൽ ആണും പെണ്ണും മാത്ര മുഅ്മിനുണ്ട് മാത്രല്ലേ ചൊല്ലുറേ, പെൺമക്കൾ അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഫോക്കസ് ആക്കലല്ലേ ചൊന്തു ആർ കേൾക്കరు ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കേൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തും മുണ്ടില്ല. അങ്ങനെ പിറ്റാണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തലവാരി വയ്ക്കുന്ന സന്ദർഭത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ പത്തിത്ത് യാ അയ്യുഹൻ നാസ് മനുഷ്യന്മാരെ ചൊന്തു വിളിച്ചിട്ട് ആൾമാരെ കൂട്ടറി. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പോണ്ടു അവിടെ എത്തിക്ക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓദിക്കേ പാട്ട്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. പ്രത്യേകമായിട്ട് അള്ളാഹു എന്താക്കിയിട്ട് അവിടെ പെണ്ണുങ്ങളും എടുത്തു ചൊന്തു. അപ്പൊ അത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കാരണത്തിലേറ്റിക്കറ് ആ ആയത്ത് നാസിലായി. അതേപോലെ പിന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ക്വസ്റ്റ്യന്, നബിയെ യുദ്ധத்துக்கு ആണികൾ മാത്രം പോകില്ലമ്മ പെണ്ണുങ്ങൾക്ക് പോകില്ലേ ചൊല്ലറേ ആ ഒരു ക്വസ്റ്റ്യൻ അല്ല യുദ്ധத்துക്കല്ല ഇത് ഇൻഹെറിറ്റൻസ് അനന്തരാവകാശത്തിൽ ആണിങ്ങൾക്ക് യാറ പെണ്ണുങ്ങൾക്ക് കൊറുടി അല്ലേ ഒരാണ്ടെ പാതി ഭാഗമായിട്ടിക്കറ് പെണ്ണുകൊല്ലി. അതെന്താ അങ്ങനെ? അപ്പൊ ഇത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്ത് നാസിലാക്കർ വലാ തതമന്നൗ മാ ഫല്ലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. നിങ്ങളുടെ കൂട്ടത്തിൽ കൊറിയങ്ങളെ മേൽ കൊറിയങ്ങളെ കാണാൻ അള്ളാഹു എന്താക്കിറ ഫضಲು കൊടുത്തുറ, അത് നിങ്ങൾ ആഗ്രഹിക്കൂ തീരാ, അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ആക്കൂ തീരാ ചൊന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നു. ഇസ്ലാമിൽ എല്ലാത്തുക്കും ആണുങ്ങളെ മാത്രമല്ല മഹത്വപ്പെടുത്തി. ചില സന്ദർഭം പെണ്ണുങ്ങ ഇട്ടിക്കർ ആണുങ്ങളെ കാണാൻ ദർജുള്ളി, പെണ്ണുങ്ങ കയറ്റിക്കർ ദർജുള്ളി. ചില വിഷയത്തിൽ ആണുങ്ങ കയറ്റിക്കർ പെണ്ണുങ്ങളെ കാണാൻ ദർജുള്ളി. അത് രണ്ടും ഇസ്ലാം എന്താക്കിയത് പഠിപ്പാട്ടി. അപ്പൊ ഒന്നരയാണ് ഒന്നു മേലാവുമ്പത്തേക്കു അല്ലെങ്കിൽ ഒന്നര വേണമൊന്ന് കീഴാവുമ്പത്തേക്ക് അത് നിങ്ങൾ എന്താക്കണ്ട ക്വസ്റ്റ്യൻ ആക്കണ്ട ചൊന്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്ത് നാസിലാക്കുന്നത് കാണാൻ സാധ്യം. അപ്പൊ ഏതായെങ്കിലും അങ്ങനെ നല്ലൊരു ദാമ്പത്യ ജീവനായി തിന്ത്
ഉമ്മു സലമ റളിയല്ലാഹു അൻഹുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. അതേപോലെ ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിലുള്ള പണ്ട് ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ടെൻഷനായപ്പോൾ ಅದಕ್ಕೆ സൊല്യൂഷൻ ആക്കി കൊടുത്താറ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക്. അത് ഇൻഷാ അല്ലാഹ് ആ സന്ദർഭത്തിൽ നമുക്കത് അവിടെ ചൊല്ലാം. ഏതായെങ്കിലും ഞങ്ങൾ ചൊന്ന വന്ന വിഷയ ബനുൽ അസദ് ഗോത്രത്തങ്ങ മദീനത്തെ ബോർഡറിൽ നിന്നിട്ട് ഇസ്ലാമിനെ തകർക്കുകയായിട്ട് മദീനത്തെ ಬಂದು അറ്റാക്ക് ആക്കുകയായിട്ട് നോക്കുമ്പോൾ അബൂ സലമറെ നേതൃത്വത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങലമേ നാശാക്കി ಬಿಟ್ಟಿತು. അതായത് അങ്ങനെ ഒരു യുദ്ധം ഇല്ലാണ്ട് അങ്ക് ഗനീമത്ത് സ്വത്ത് അബൂ സലമറെ നേതൃത്വത്തിലേക്ക് കിട്ടി. പിന്നെ തിക്ര അബൂ സലമ റളിയല്ലാഹു അൻഹ മരണപ്പെടും. അതേപോലെ മദീനത്തെ പർത്തിൽ നിന്നിട്ട് ഇസ്ലാമിനെ തകർക്കുകയും മദീനത്തെ ഉൽഗത്തെ അറ്റാക്ക് ആക്കുകയും പ്ലാൻ ആക്കി ഇന്ന പിന്നൊരു ഗോത്രത്തങ്ങ ഇട്ടിക്കാറ് ഹുദൈൽ ഗോത്രത്തങ്ങ. ഹുദൈൽ ഗോത്രത്തങ്ങ അങ്ങും മദീനത്തുക്ക് ಬಂದು മുസ്ലിമുകളെ നാശാക്കണം ചൊന്തു പ്രത്യേകമായിട്ട് പ്ലാൻ ആക്കി ഇന്നാർ. അതിൽ നേതൃത്വം കൊടുത്തത് ഖാലിദ് ഇബ്നു സുഫിയാൻ അൽ ഹുദലി. ഖാലിദ് ഇബ്നു സുഫിയാൻ അൽ ഹുദലി അയാൾ ആയിട്ടിക്കറ് ഈ ഒരു തന്ത്ര ആക്കി ഇന്ന് എല്ലാവരും പിടിച്ചു കുറേ ആൾമാർക്ക് മനസ്സില്ല ಅಂತ ആയെങ്കിൽ അങ്ങനെ പിടിച്ചു കൂട്ടിയിട്ട് നിർബന്ധിച്ചിട്ട് എന്താക്കി വിಂತು അയാൾ മുസ്ലിമിങ്ങൾക്ക് എതിരു നിങ്ങൾ ಹೋರಾಡണം ചൊന്തു വലിയ ഒരു സൈന്യത്തെಲ್ಲ റെഡിയാക്കി വിಂತು. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷയ പിടിയിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുരെ സെലക്ട് ആക്കിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റോട്ടി ചൊന്തു ഖാലിദ് ഇബ്നു സുഫിയാൻ അൽ ഹുദലിരെ നീൻ എന്താക്കണു കൊല്ലണം അല്ലെ. ഖാലിദ് ഇബ്നു സുഫിയാൻ അൽ ഹുദലി അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലുക കടത്തിനെന്ത് അയാൾ ഇപ്പറ വന്ന് അറ്റാക്ക് ആക്കിற സബല ഇട്ടിക്കർ അല്ലാണ്ട് ഒരാൾ ഇപ്പറ വന്ന് നല്ല രീതിയിൽ ഇക്കറങ്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കില്ല എപ്പോത്തും അങ്ക അടിക്കുക ചൊന്തേ ഇല്ല. ഇണ്ട് കുറേ ആൾമാരല്ല എന്തൊരു ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധ കൊതിച്ചാൽ അതേപോലെ അടിക്കുക ചൊന്നാൽ കൊല്ലുക ചൊന്നാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയുമ്പോൾ ഇട്ടിക്കർ മനസ്സിലാവും എന്ത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആൾമാരെ കൊല്ലുക ഇട്ടേ കടത്തിരെന്ത് അങ്ങ് അത്ര വലിയ ഷർറ് പിടിച്ചങ്ങയിട്ടിന്നാർ മാത്രമല്ല അങ്ങനെ വിട്ടെങ്കിൽ എന്താ അവിടെ മദീന ഇത്തിക്കറ് നാശ അവിടെ അവിടെയുള്ള ആൾമാർ ഇട്ടിക്കറ് നാശ അവിടെ. അപ്പൊ അത് കഴിത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റൊട്ടി ചൊന്തു ഖാലിദ് ഇബ്നു സുഫിയാൻ അൽ ഹുദലിരെ നീ കൊന്നു പറഞ്ഞു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് എന്താക്കറ് റെഡി ആവറു. അങ്ങനെ റെഡി ആയിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു നബിറൊട്ടി കേക്കറ് യാ റസൂലല്ലാഹ് സിഫ്ലി ഹത്ത ആരിഫുഹു. അയാൾ എങ്ങനെ ഉള്ള ആള് അയാളെ നോക്കിയിട്ടില്ലേ അയാൾ എങ്ങനെ ഉള്ള ആള് തെൽനക്ക് അയാളുടെ ഒരു വിശദീകരിച്ച് തരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഇദാ റഅയ്തഹു വജദ്ത ലഹു ഖുശ്അരീറ. നീ അയാളുടെ നോക്കിയിട്ടായെങ്കിൽ നീ തെല്ല് ബെർക്കറെ നിക്കൊരു പേടിയാവും ചൊന്നെങ്കിൽ അത്രമാത്ര ശക്തി ഉള്ളേ. ചരിത്രകാരന്മാർ ചൊല്ലാറ് 1000 ആൾമാരുടെ ശക്തി അയാളൊട്ടിക്ക് ഒരാളൊട്ടിക്ക് എന്തും. അതേപോലെ ഒരു ഭീകരമായ രൂപത്തെ ആളെത്തിക്കറ അയാൾ അത്ര ശക്തിയുള്ള ഒരാളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ടില്ല അയാളെ നോക്കൂ നബി നോക്കാണ്ടും നബി എന്താക്കറ് അയാളുടെ വിശദീകരിച്ച് അയാളുടെ ആ ഒരു വിശേഷണ ചൊല്ലറ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീറ മുഖാന്തര നബിക്ക് ചൊന്നു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ ചൊന്തു. അപ്പോൾ ഇയാൾ ചൊല്ലറ് ആറ് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് ചൊല്ലു നാണ ആറ് ഇത്രത്തോൽ പേടിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറ് ഇയാളെ കണ്ടെങ്കിൽ നിക്ക് ബെർക്കറിയുണ്ട്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു പോണ്ടു. അങ്ങനെ പോയിട്ട് ആ ജാഗ്യത്തിയപ്പ അയാളുടെ നോക്കു ദൂരത്തിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന പോലെ ഒർക്കലെ ഒരു ബെർക്കൽ ബെർന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന പോലെ അയാളുടെ മനസ്സിಗೆ ഒരു പേടി വന്ന്. കാരണം അത്ര ഭീകരമായ ഒരു മുഖം അതേപോലെ അത്ര ഭീകരമായ ഒരു തടിയെ തിന്ത് അയാൾ ആ ശക്തി അത്തരം ശക്തി എന്ന ഒരാളായിട്ട് അയാൾ. അപ്പൊ എന്താക്കരെ ഇയാളെ കൊല്ലണല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചിരല്ലേ. അങ്ങനെ തന്ത്രപരമായിട്ട് കൊല്ലുകയിട്ടിക്കറ് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് പ്ലാൻ ആക്കറ്. അങ്ങനെ കൊല്ലുക പോണ്ട ആ ഒരു സന്ദർഭത്തിൽ അസർ നിസ്കാരത്തിൽ ടൈം ആവും. അസർ നിസ്കാരത്തിൽ ടൈം ആവുമ്പോൾ അവിടെ നിസ്കരിച്ചിട്ടായെങ്കിൽ അവിടെ മുട്ടത്തിലുള്ള ഗോത്രത്തങ്ങ നോക്കിയിട്ട് ഇത് മുസ്ലിം ഉണ്ട് എന്താക്കാറ് ഗൊന്താവും. അപ്പൊ എന്താ കുടുങ്ങുര. അപ്പൊ അത് കേട്ട് അയാൾ എന്താക്കറു അവിടെ നടന്ന ആ ഒരു അവസ്ഥയിലേറ്റിക്കറ് നിസ്കരിക്കരുത്. അത് സ്വലാത്തുൽ ഖൗഫ് ആയിട്ടിക്കറ്. സ്വലാത്തുൽ ഖൗഫ് അല്ലെ പേടിയുടെ സന്ദർഭത്തിൽ ചിലപ്പോൾ നിസ്കാര ചില ചേഞ്ചസ് ആക്കാം. അപ്പൊ ഗൊന്താവത്തെ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കറ് യുദ്ധത്തെ സന്ദർഭത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരു ഗ്യാപ്പും കിട്ടില്ല. ടൈം ആയിട്ട് മഗ്രിബ് തീരുകയത്ത് അല്ലെങ്കിൽ അസർ തീരുകയത്ത്. അപ്പൊ എന്താക്കുക ആ യുദ്ധം ആക്കിയോ ഇന്നൊടിಗೆ അല്ലാഹു അക്ബർ ചൊന്തു നിസ്കരിക്കുക. അങ്ങനെ പല ടൈപ്പിലും എന്തുകൊണ്ട് സ്വലാത്തുൽ ഖൗഫ് നിസ്കരിക്കരുതുണ്ട്.
അപ്പൊ ഇയാൾ എന്താ അവിടെ നടന്നുകൊണ്ടിരുന്ന ഇടയില് അള്ളാഹു അക്ബർ ചൊന്തു അവിടെ നിസ്കരിക്കും. അങ്ങനെ പിന്നെ അയാൾ എതിരെതിർ പോണ്ടു. എതിരെതിർ പോയിട്ട് സീത എതിർക്കെ പോണ്ട്. അങ്ങനെ കണ്ടുമുട്ടും. അങ്ങനെ ഇയാൾ പിടിക്കർ ഖാലിദ് ഇബ്നു സുഫിയാൻ അൽ ഹുദലി ഇയാൾ പിടിച്ചിരിക്കും. നീ ആറ്? അപ്പൊ ഞാൻ ഇന്നാള് അബ്ദുല്ലാ ഇബ്നു ആ എന്ത് പന്നി അല്ല എന്തില്ല ನಾನು ನಿಂಗ ನಬ್ಸಲಲ್ಲ ಮೊಹಮ್ಮದ್ರೆ ನಿಂಗ ಕೊಲ್ಲರ ಪ್ಲಾನ್ ನಿಂಗೆ ಉಂಟು ನಕ್ಕೆ ವಿಷಯ ಗಿಟ್ಟಿತ್ತು. അപ്പൊ ഞാൻ നിങ്ങളൊട്ടിಗೆ ಸೇರುಗೈಟ್ಟು ಬಂದ್ರಿ, നാണും എന്താക്കിരെ നിങ്ങളൊട്ടിಗೆ കൂടുകൈട്ടിക്കർ ಬಂದ್ರಿ. അപ്പൊ ഇയാൾക്കും കൊസ്സേത്താ ഞങ്ങൾക്ക് ഒരാൾ കിട്ടിത്തല്ലേ ഞങ്ങളെ സൈന്യത്തേക്ക് ചൊന്തു. ഇയാൾ അല്ലെങ്കിൽ ആൾമാരെ കൂട്ടിയോയിന്ത് നിർബന്ധിച്ച് കൂട്ടിയോയിന്ത്. അപ്പൊ ഒരാൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴത്തേക്ക് എന്താക്കിത്ത് ഇയാൾ അബാ ഒട്ടിಗೆ ഞങ്ങ എന്താക്ക മുഹമ്മദിനെ അറ്റാക്ക് ആക്കാ ചൊന്തു. അങ്ങനെ ഉനൈസിനെ കൂട്ടി. ആ രണ്ട് ജാവുകു ടെൻറ്റില് ജണ്ടാൾ ഒരേ ടെൻറ്റിൽ ഉറങ്ങി നിന്നാറ്. ആ സന്ദർഭം നോക്കിയിട്ട് അബ്ദുല്ലാഹി ഉനൈസ് ഈ ഖാലിദ് ഇബ്നു സുഫിയാൻ അൽ ഹുദലിരെ കൊന്നിട്ട് അവിടെ തൽവാറിൽ അയാളുടെ തല പാർവാട്ടിട്ട് പിന്നെ അവിടെ മെല്ലെ എസ്കേപ്പ് ആക്കിയിട്ട് മദീനത്തേക്ക് രഹസ്യമായിട്ട് ബന്ത് ചൊന്തെ തിക്കറ് നമുക്ക് ചരിത്രത്തിൽ കാണണ്ടേ. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കണ്ടുമുട്ടുകയിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് പോണ്ടു. അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് നോക്കിയപ്പമേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് അഫ്ലഹ വജ്ഹക്, നിന്റെ മുഖ അള്ളാഹു നിന്റെ മുഖത്തെ വിജയിപ്പിക്കട്ടെ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് ചൊന്തു. അങ്ങനെ പിന്നെ വിഷയെല്ലാം കേട്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് വിഷയ ചൊന്തു ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ കൊന്നു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊസിയത്ത് അൽഹംദുലില്ലാ ചൊന്തു. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസിനെ ഔത്തുകു കൂട്ടിയ പോയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസിനെ കൈക്ക് ഒരു ബടി കൊടുത്തു. എന്താ ഇത് ഈ ബടി പിടി. അങ്ങനെ അയാൾ ഒരു ബടി പിടിച്ചിട്ട് അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഈ ബടിയും അതേപോലെ നീന് നാളെ പരലോകത്ത് ഈ ബടിയായിട്ടിക്കറ് നണ്ടും നിന്നും ഇടലുള്ള നിഷാണി, നണ്ടും നിന്റെ ഇടലുള്ള ഒരു സൈന് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. അതായത് ഈ പരലോകത്ത് നീ എന്താക്കി ഈ ബടി പിടിച്ചോ വേണ്ട അപ്പ ഞാൻ നിന്റെ ഗുർത്ത പിടിക്കിற ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. അങ്ങനെ ഇട്ടിക്കറ് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് പിന്നെ ആ ബടി എവിടെ പോയെങ്കും വിട്ടോ ഇല്ലാന്ന് എല്ലാ സന്ദർഭത്തിലും അയാള് അത് പിടിച്ചുകൊമ്പോ അത് എപ്പം കയ്യിൽ പിടിച്ചോ ഇണ്ടായിത്തിക്കറ് നമുക്ക് ചരിത്രത്തിൽ കാണ്ട്. പിന്നെ ലാസ്റ്റ് അയാൾ മരിക്കുന്ന സന്ദർഭത്തിൽ വസിയത്താക്കിത്ത് എതിരെ നന്റെ മറമാടുമ്പത്തുക ഈ ബടിയും നന്റെ ഒട്ടിಗೆ നിങ്ങ ബെയ്ക്കുന്നു ചൊന്തു വസിയത്താക്കി കാരണത്തിൽ അയാള് വഫാത്തിര സന്ദർഭത്തിൽ ആ ബടിരൊട്ടിಗೆ മേറ്റിക്കറ് അയാളുടെ ദഫനാക്കിയേ ചൊല്ലതും നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പൊ ഇങ്ങനെ കൊറിയ ഗോത്രത്തങ്ങുണ്ടാക്കി വിന്നാറ് മദീനത്തേക്ക് ബന്ധ അറ്റാക്ക് ആക്കുക പ്ലാൻ ആക്കി വിന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പത്തുകപ്പ അങ്ങനെ എന്താക്കി വിത്ത് പേടിപാട്ടി ഉണ്ടമ അല്ലെങ്കിൽ അങ്ങനെ ബേന്മായ രൂപത്തിൽ കൈകാര്യാക്കി എന്ത് ചൊന്തു നമുക്ക് ചരിത്രത്തിൽ അവിടെ മനസ്സിലാക്കുക സാധ്യവരു. അതിൽ പിന്നെ ജൂതന്മാർ മദീനത്തിലുള്ള ജൂതന്മാർ അങ്ങ ചതിക്കരുതു അത് വലിയ ഒരു വഞ്ചന ഇത്തിക്കറ് അങ്ങലൊട്ടിಗೆ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിയ സമീപനം എന്തിനെ ചൊല്ലുന്നതുമല്ല ഇനിയുള്ള നെക്സ്റ്റ് ചരിത്രത്തിൽ നമുക്ക് കാണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയം നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടതായ പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് തപ്പർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാഫാക്കി തരട്ടെ. ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലാക്കി തീർക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.